താഴെ നിന്ന് ചെതലും ഈർപ്പം മുകളിലോട്ട് വരില്ല. ഹായ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ആൻറ്റി പീൽ ഓഫ് വാറണ്ടിയെ കുറിച്ചാണ്. അപ്പോൾ പലരും ഓഫീസിൽ വിളിച്ച് ചോദിച്ചിരുന്നു എത്ര വർഷമാണ് നമ്മൾ ആൻറ്റി പീൽ ഓഫ് വാറണ്ടി നമ്മുടെ കോൺട്രാക്ടറോട് ചോദിക്കേണ്ടതെന്നുള്ളത്. അത് ബേസിക്കലി ഒരു 10 years എങ്കിലും മിനിമം നമ്മളത് ചോദിക്കണം. കാരണം അത്യാവശ്യം ഒരു 10 വർഷമൊക്കെ ആൻറ്റി പീൽ ഓഫ് വാറണ്ടി ഒരു കോൺട്രാക്ടർ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻറ്റ് മെഷീനറിയിൽ നല്ല ഗമ്മിലുമാണ് ക്യാബിനറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് തന്നെയാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ പല സ്ഥലത്തും ചെയ്യുന്നൊരു കാര്യം, ഒരു സ്കേർട്ടിങ്, കോൺക്രീറ്റ് വെച്ചൊരു സ്കേർട്ടിങ് ഇങ്ങനെ ചെയ്യും. ഈ സ്കേർട്ടിങ്ങിൻ്റെ മുകളിലാണ് പലപ്പോഴും കോൺട്രാക്ടേഴ്സ് ക്യാബിനറ്റ്സ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോൺട്രാക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, താഴെ ഫ്ലോറിൽ വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം അല്ലെങ്കിൽ ചെതൽ പോലുള്ള സാധനങ്ങൾ ഈ ക്യാബിനറ്റ്സിലോട്ട് പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ ഇവൻ പെസ്റ്റ് പ്രൂഫിങ് ചെയ്താൽ പോലും ഈർപ്പം ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ അതിപ്പോൾ എത്ര ആൻറ്റി പീൽ ഓഫ് വാറണ്ടി ആര് തന്നാലും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഈ കോൺക്രീറ്റ് സ്കേർട്ടിങ് വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് നമ്മൾ ക്യാബിനറ്റ്സിന് താഴെ നല്ല PVC ലെഗ്സ് കൊടുക്കുക. അപ്പോൾ PVC ലെഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും താഴെ നിന്ന് ചെതലും ഈർപ്പം മുകളിലോട്ട് വരില്ല. ഞാനിപ്പോൾ ഈ കിച്ചൻ്റെ അതൊന്ന് കാണിച്ചു തരാം എന്താണ് PVC ലെഗ്സ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ സ്കേർട്ടിങ് ഇതുവരിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു PVC വെച്ചുകൊണ്ട് അവരത് മറച്ചു കളയും. PVC അല്ല, മിക്കവാറും എന്തെങ്കിലും പ്ലൈവുഡ് എന്തെങ്കിലും വെച്ച് മറച്ചു കളയും. അപ്പോൾ എന്താ ഇതിൻ്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും താഴെ നിന്നുള്ള കണക്ഷൻ വിടുന്നില്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയാണ്. ഇപ്പോൾ ഇവിടെ ഇത് കണ്ടു, ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഇതൊരു കാർപ്പറ്റാണ്, ഇതുമായിട്ട് ബന്ധമില്ല. ഇതുണ്ട് ഇങ്ങനെ സ്കേർട്ടിങ് ഇതുണ്ടോ, ഇത് സ്കേർട്ടിങ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ താഴെ കണ്ടോ, ഇതെല്ലാം ലെഗ്സ് ആണ്, കണ്ടോ, PVC ലെഗ്സ്. അപ്പോൾ ഈ PVC ലെഗ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ചെതൽപ്പ് വരില്ലെന്ന് മാത്രമല്ല, ഇതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ്, നമുക്ക് വേണമെങ്കിൽ ഈ ക്യാബിനറ്റ് ആസ് ഇറ്റ് ഈസ് ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കാം. ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു, അകത്ത് ഏതെങ്കിലും ഒരു ലാമിനേറ്റ് പീൽ ഓഫ് വാറണ്ടി, നേരത്തെ ആൻറ്റി പീൽ ഓഫ് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പുറത്തോട്ട് എടുത്തിട്ട് റിപ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഇതൊന്ന് തിരിച്ചു വെക്കട്ടെ. തിരിച്ചു വെക്കുന്നത് ഇങ്ങനെയാണ്, വെറുതെ ഒരു ക്ലിപ്പാണിത്, ഇത് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആയി, കണ്ടോ, ക്ലീനായി. അപ്പോൾ ഇത് പല കോൺട്രാക്ടേഴ്സും ട്രഡീഷണലായിട്ട് അവർ ചെയ്യുന്ന മെത്തേഡ്സ് പോരാ, നമുക്ക് പുതിയതായിട്ട് ഒരെണ്ണം വേണമെന്ന് പറയുമ്പോൾ പലരും അത് സമ്മതിക്കാറില്ല. അപ്പോൾ പല കോൺട്രാക്ടേഴ്സ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, ഈ PVC ലെഗ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ കിച്ചണിന് അത് മുകളിലത്തെ ഈ ഒരു സ്ലാബ് അത് താങ്ങില്ല, അല്ലെങ്കിൽ ഒരാൾ ഇതിൻ്റെ മുകളിലോട്ട് കയറിയിരിക്കുമ്പോൾ ചിലപ്പോൾ താഴത്തോട്ട് പോകും എന്നൊക്കെ പറയാറുണ്ട്. ഇത് ആക്ച്വലി ഒരു നമ്മുടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ കിച്ചൺ റിനോവേഷൻ ഫുള്ളായിട്ട് ഇതിൻ്റെ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ അതിൽ നോക്കിയാൽ കാണാം. ഇത് ഞങ്ങളുടെ ഒറിജിനൽ സൈറ്റാണിത്, ഒരു ക്ലയൻറ്റ് വേണ്ടി ചെയ്തു കൊടുത്താണ്. അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ കയറിയിരുന്നോ, വേണമെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പോൾ ക്ലയൻറ്റ് കിച്ചൺ ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ഇരുന്ന് കാണിക്കുന്നുണ്ടോ, ഇതിൽ ഒന്നും സംഭവിക്കില്ല ഇതുകൊണ്ടൊന്നും. കാരണം നമ്മൾക്ക് എപ്പോഴും PVC ലെഗ്സ് വെച്ചുകൊണ്ട് നല്ല ക്വാളിറ്റി ഓഫ് പ്ലൈവുഡ് വെച്ചുകൊണ്ട് അകത്ത്, ഞാൻ പിന്നെയും പറയുന്നു, അകത്ത് ആവശ്യത്തിന് പ്ലൈവുഡ് സ്ട്രക്ചറൽ സ്ട്രെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇരിക്കുകയോടെ എന്ത് ചെയ്താലും ഒന്നും പറ്റില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ആൻറ്റി പീൽ ഓഫ് വാറണ്ടി ചോദിക്കുക. 2, ഈ ഒരു ബേസ് ക്യാബിനറ്റ്സ് വെക്കുന്ന സ്ഥലങ്ങളുടെ താഴെ PVC ലെഗുകളിലായിരിക്കണം ഈ ക്യാബിനറ്റ് സപ്പോർട്ട് ചെയ്ത് നിർത്തേണ്ടത്. ഈ 2 കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത പുതിയൊരു കിച്ചണിൽ വരുമ്പോൾ ഞാൻ മൂന്നാമത്തെ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് പറയാം. എന്നിട്ട് നമ്മൾ ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം എന്തൊക്കെയാണെന്ന് ഓരോ ലൈവായിട്ട് ഞങ്ങളുടെ സൈറ്റുകൾ വിസിറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കൊരു ഫൈനൽ അഗ്രിമെൻ്റ് എങ്ങനെയാണ് ഒരു കോൺട്രാക്ടർക്ക് നമ്മളൊരു മോഡുലർ കിച്ചൺ ചെയ്യുന്നതിന് മുമ്പുള്ള അഗ്രിമെൻ്റ് എങ്ങനെയാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അവസാനത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പറയാം. എന്തായാലും ഇതോടൊപ്പം ഞങ്ങൾ ഈ ഒരു കിച്ചൻ്റെ, ഇതൊരു റിനോവേറ്റഡ് കിച്ചണാണ്, ഇതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി കാണുക. അപ്പോൾ ഈ കിച്ചൺ എങ്ങനെയാണ് പഴയ കിച്ചണിൽ നിന്ന് ഈ ഒരു രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നുള്ള പൂർണ്ണമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.